അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിൽ എന്താണോ വരുന്നത്, അല്ലെങ്കിൽ ഒരു tier 2 സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാമിൽ എന്തൊക്കെയാണോ വരുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ലാസ്റ്റ് സ്റ്റേജിലായിട്ട് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ ആ ഒരു എക്സാംസ് ജൂലൈ ടു ഓഗസ്റ്റിൽ നടക്കും. ആ ഒരു സെലക്ഷൻ പോസ്റ്റ് എക്സാംസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാംസ് നടക്കുന്നുണ്ട്. അതിന് ഈ വർഷം വരായിരുന്ന നമ്മുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു SSCയുടെ സെലക്ഷൻ പോസ്റ്റ്. അത് വന്നു കഴിഞ്ഞു. ഇനി SSCയുടെ അടുത്ത രണ്ടാമത് വരാൻ പോകുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ അതാണ് നമ്മുടെ SSCയുടെ സ്റ്റെനോഗ്രാഫർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ SSCയുടെ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ വരുന്നൊരു ഡൗട്ട് ഉണ്ട് ഒരുപാട് പേർക്കും. എന്താ സ്റ്റെനോ പഠിച്ചിട്ടുണ്ടായിരിക്കണോ, ലൈക്ക് സ്റ്റെനോയുടെ സർട്ടിഫിക്കറ്റ് വേണോ എന്നൊരു ഡൗട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റെനോ പഠിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒരുപാട് പേര് ഈ ഒരു സ്റ്റെനോയുടെ എക്സാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, സ്റ്റെനോയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി എന്ന്. സ്റ്റെനോ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ സ്കില്ല് നമുക്കുണ്ടായിരിക്കണം, അതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റണം. പക്ഷേ സ്റ്റെനോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 ആൻഡ് അതിൻ്റെ എബവ് ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ SSCയുടെ സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഇത് കൂടാതെ പിന്നെ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ. ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു സ്കിൽ ടെസ്റ്റ് മാത്രമാണ് പിന്നെ വരുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് ഒറ്റ ഒരു എക്സാം, അതുപോലെ തന്നെ ഈ ഒരു +2യുടെ ക്വാളിഫിക്കേഷൻ മേളിലോട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ, ഒരുപാട് ഹൈലൈറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് SSCയുടെ സ്റ്റെനോഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ലൈക്ക് ഏജ് ലിമിറ്റ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ എന്നാ വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ ജോബ് എന്താണ്, ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ സെഷൻ്റെ അകത്തുനിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. സോ അത് തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SSC സ്റ്റെനോഗ്രാഫർ 2025 എക്സാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മുടെ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കുറേ റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അതിൽ വൺ ഓഫ് ദി എക്സാമാണ് നമ്മുടെ SSCയുടെ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ ഈ വർഷം വരാനിരിക്കുന്ന രണ്ടാമത്തെ SSCയുടെ നോട്ടിഫിക്കേഷനാണ് SSCയുടെ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. ഇത് വിളിക്കുന്നത് നമ്മുടെ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റിനാണ് വിളിക്കുന്നതെങ്കിലും ഇത് 2 ഗ്രേഡിലാണ് വിളിക്കുന്നത്. ഗ്രേഡ് സിയും ഗ്രേഡ് ഡി എന്നുള്ള 2 കാറ്റഗറിയിലായിട്ടാണ് നമുക്ക് വിളിക്കുന്നത്. ഒരുമിച്ചൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്, പക്ഷേ ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ഡി എന്ന രീതിയിലാണ് നമുക്കത് വിളിക്കുന്നത്. ഇനി ഇത് നമുക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 വയസ്സാണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേഡ് സി ആണെങ്കിൽ 18 to 30 വയസ്സ് വരെയും ആൻഡ് ഗ്രേഡ് ഡി ആണെങ്കിൽ 18 to 27 വയസ്സ് വരെയാണ് നമുക്കവിടെ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 18 to 30 എന്ന് പറയുമ്പോഴും അതിൽ ആ ഗ്രേഡിൽ വരുമ്പം അവിടെ ഏജ് ലിമിറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗ്രേഡ് സി ആണെങ്കിൽ 30 വയസ്സ് വരെയും ഗ്രേഡ് ഡി ആണെങ്കിൽ അവിടെ നമുക്കത് 27 വയസ്സ് വരെയാണ് വരുന്നത്. 18 വയസ്സിൻ്റെ മേളിലോട്ടുള്ള ഏതൊരാൾക്കും, നിങ്ങൾക്കറിയാം +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും ഇപ്പോൾ 18 വയസ്സിൻ്റെ മേളിലോട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഇനി എക്സാമിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഒരു റിട്ടൺ എക്സാമിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കൂടാതെ നമുക്ക് ആ ഒരു സ്റ്റെനോഗ്രാഫിയുടെ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരാതിരിക്കുന്ന എപ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് 5th ആൻഡ് അതിനുശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂൺ വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഏകദേശം ഒരു 20 ഡേയ്സോളമാണ് അവിടെ ആപ്ലിക്കേഷന് വേണ്ടി കിട്ടുന്നത്. ഒരു മാസം പഴയ പോലെയൊക്കെ ഒരു മാസത്തോളം സമയം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇല്ല. ഒരു ഓൾമോസ്റ്റ് റഫ്ലി 20 ഡേയ്സ് ആണ് നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാം എപ്പോഴാണ്, അതാണ് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സാം നടക്കാൻ പോകുന്നത് നമ്മുടെ ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 6 തൊട്ട് ഓഗസ്റ്റ് 11 വരെയാണ് ഇപ്പോഴത്തെ വന്നേക്കുന്ന SSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കലണ്ടർ അനുസരിച്ചുള്ള ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 5 ദിവസത്തിൻ്റെ ഇടയ്ക്ക് വെച്ചായിരിക്കും നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ടെസ്റ്റ് ആണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് നടക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഇപ്പം ജനറൽ കാറ്റഗറി ആണെങ്കിലോ OBC കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 100 rupees ആണ് വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫീസ് ഇല്ല. ഓക്കെ, ബാക്കിയുള്ളവർക്ക് 100 രൂപയാണ്, 100 rupees ആണ് നമുക്കിവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇനി അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ SSCയുടെ സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ SSCയുടെ നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി
നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ SSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആ ഏറ്റവും ലേറ്റസ്റ്റ് കലണ്ടറിൽ നമ്മുടെ പുതിയ വന്ന കലണ്ടർ ഇപ്പോൾ ഫ്യൂ വീക്സ് മുമ്പ് വന്ന കലണ്ടർ നമുക്ക് പറയാം. ആ കലണ്ടറിൽ ഈ വർഷം നടക്കാതിരിക്കുന്ന ആദ്യത്തെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ SSCയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു SSCയുടെ സെലക്ഷൻ പോസ്റ്റ്. ആ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം ഫ്യൂ ഡേയ്സ് ബാക്ക് വന്നു, നിങ്ങൾക്കറിയാം. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത വരുന്ന എക്സാം ആണ് നമ്മുടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് ഗ്രേഡ് D എക്സാമിനേഷൻ 2025. നിങ്ങൾ കാണാൻ പറ്റും, അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ SSCയുടെ. ആൻഡ് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നത് കാണാൻ പറ്റും. ഡേറ്റ് 5/6/2025, നമ്മുടെ 5 ജൂണിനാണ് വരാതിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂൺ വരെയാണ്. ആൻഡ് എക്സാം ഡേറ്റ് കൊടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും 6th ഓഗസ്റ്റ് തൊട്ട് 11th ഓഗസ്റ്റ് വരെയാണ് നമുക്ക് എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ ആ ഒരു എക്സാംസ് ജൂലൈ ടു ഓഗസ്റ്റിൽ നടക്കും. ആ ഒരു സെലക്ഷൻ പോസ്റ്റ് എക്സാംസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാംസ് നടക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്ക് ടു ബാക്ക് നമുക്ക് ഫുൾ ഇനി അങ്ങോട്ട് SSCയുടെ എക്സാംസ് ആണ് നിങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ എക്സാം വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് SSCയുടെ എക്സാം കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ CGL 2025 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റ്സും ഒക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഇനി ഒരുപാട് ദിവസമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹി പോലീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ടു ബാക്ക് ബാക്കിയുള്ള എക്സാംസ് ലൈക്ക് നമ്മുടെ CSSലും MTSും അതുപോലെ തന്നെ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ തന്നെ ബാക്ക് ടു ബാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അവിടെ എക്സാംസ് വളരെ അടുത്തടുത്താണ് വരുന്നത്, ബാക്ക് ടു ബാക്ക് ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജൂലൈ തൊട്ട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ എല്ലാ മാസവും SSCയുടെ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം നമുക്ക് എന്തെങ്കിലും കാണാൻ കൊണ്ട് ഒരു നല്ലപോലെ എഴുതാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്കൊരു എക്സാം ഉണ്ട്. നമുക്കൊരു ചാൻസ് മിസ്സാവത്തില്ല, ഒരു 1 year അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത SSCയുടെ എക്സാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ ബാക്ക് ടു ബാക്ക് വരുന്ന എക്സാംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഒരു UPSC എക്സാംസ് ഒക്കെ പോലെ നമ്മളിപ്പോൾ ഒരു വട്ടം മിസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യണം, ആ ഒരു ഇഷ്യൂസ് ഒന്നും നമുക്കിവിടെ വരത്തില്ല. എല്ലാത്തിൻ്റെയും സിലബസും എന്താണ്, സെയിം ആണ്. എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രമേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അതുപോലെ എക്സാമിൻ്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം വരുന്നൊരു എക്സാം കൂടിയാണ് SSCയുടെ സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ സിലബസിൽ ഒരു മാറ്റവും ഇല്ല. സിലബസ് എക്സാക്ട്ലി SSCയുടെ എല്ലാ എക്സാമിൻ്റെയും സിലബസ് എന്ത് തന്നെയാണോ അതേ സിലബസിലാണ് നമ്മുടെ SSCയുടെ സ്റ്റെനോയും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ സിലബസ് പഠിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഇതിൻ്റെ വേക്കൻസീസ് എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെനോയുടെ വേക്കൻസീസ് പറയുമ്പോൾ ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് വേക്കൻസീസ് അറിയാൻ പറ്റത്തുള്ളൂ എക്സാക്ട്ലി ഈ വർഷം വേക്കൻസി എത്ര ഉണ്ടെന്ന്. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ഒരു വേക്കൻസീസ് യൂഷ്വലി റേഞ്ച് ചെയ്യുന്നത് ഒരു 1000 to 2500 ഇടയ്ക്കാണ് വേക്കൻസി റേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 8 to 10 ഇയേഴ്സിൻ്റെ വേക്കൻസിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് D എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂഷ്വലി വരുന്ന ഒരു വേക്കൻസി നമ്മളിത് രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ എല്ലാ വേക്കൻസീസും ഒരു 1000 to 2500 ഇടയ്ക്കാണ് ആ വേക്കൻസീസ് ഒക്കെ വന്നിരിക്കുന്നത്. ഈ വർഷം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ വേക്കൻസീസ് അതേ റേഞ്ചിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു വേക്കൻസീസ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ വേക്കൻസി കുറവാണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ CGLനെ പോലത്തെ എക്സാംസോ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ വേക്കൻസി 8000 to ഒരു 15,000. ഇപ്പോൾ നമ്മുടെ CGL കഴിഞ്ഞ വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 18,000 വേക്കൻസി ഉണ്ടായിരുന്നു. CSL എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4000 to 5000 വേക്കൻസിക്കാണ് വിളിക്കുന്നത്. MTS ആണെങ്കിൽ ഒരു 8,000 to 10,000 വേക്കൻസിയാണ് വിളിക്കുന്നത്. പക്ഷേ സ്റ്റെനോഗ്രാഫറിലേക്ക് വരുമ്പം നിങ്ങൾക്കറിയാം അവിടെ ആ സ്റ്റെനോ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ ഒരു സ്കില്ല് വേണം. ഒരാൾ പെട്ടെന്ന് സ്റ്റെനോയുടെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് പോയി സ്റ്റെനോയുടെ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റെനോഗ്രാഫറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ സ്റ്റെനോ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെങ്കിലും നിങ്ങൾക്കറിയാം സ്റ്റെനോ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മിനിമം ഒരു 7 to 8 months പ്രിപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു സ്കിൽ ടെസ്റ്റ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം നമുക്ക് സ്റ്റെനോ പഠിച്ചെടുക്കണമെങ്കിൽ. ആൻഡ് എക്സാമിന് പോയി അത്യാവശ്യം നല്ലപോലെ ആ ഒരു സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെനോഗ്രാഫി എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നല്ലപോലെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാംസിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം ഇനി നിങ്ങൾക്കറിയാം എക്സാം ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു 2-3 മാസം പിന്നെയും കിട്ടും നമ്മുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മുടെ സ്റ്റെനോയുടെ സ്കിൽ ടെസ്റ്റിൻ്റെ ഡേറ്റ്സ് ഒക്കെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സമയത്തിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈവൻ ഈ വട്ടം നിങ്ങൾക്ക് ഗ്രേഡ് D കിട്ടിയപ്പോഴും ഗ്രേഡ് Cയിലേക്ക് അതിനെ അടുത്ത വർഷം നല്ലപോലെ എഴുതി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മുമ്പിലോട്ട് ഈ പറയുന്ന പോലെ മുമ്പിലോട്ട് എക്സാംസ് വരുമ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഒരു സ്റ്റെനോയുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക. എക്സാമിനും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിനും വേണ്ടി ട്രെയിൻ ചെയ്യുക. എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ആക്ച്വലി
ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ എക്സാംസിന് അവിടെ എക്സാമിൻ്റെ മാർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൽ ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ വേക്കൻസി 1000 തൊട്ട് 2500 ഇടയ്ക്ക് ആ വേക്കൻസി വരുന്ന വേക്കൻസി കുറവാണല്ലോ SSCയുടെ ബാക്കി എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്കിൽ ടെസ്റ്റ് അത്യാവശ്യം ഒരു സമയം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ എക്സാമിൽ പോയിട്ട് ആ സ്കിൽ ടെസ്റ്റ് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കൂടി ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഗ്രേഡ് സി ആണെങ്കിൽ നമുക്ക് 30 വയസ്സ് വരെ പറ്റും. പക്ഷേ ഗ്രേഡ് ഡി ആണെങ്കിൽ 27 വയസ്സ് വരെയാണ് പറ്റുന്നത്. 18 തൊട്ട് 27 വരെയും 18 തൊട്ട് 30 വയസ്സ് വരെ. ഇനി നമുക്ക് മുമ്പോട്ട് അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. +2 ആൻഡ് അബവ്. നോക്കി +2 ആൻഡ് അബവ് ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം +2 വെച്ചൊക്കെ എഴുതാൻ പറ്റുന്ന എക്സാംസ് വളരെ കുറവാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം, അതും നമ്മുടെ ഈ ഒരു +2 ഡിഗ്രി വെച്ച് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മൾ ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റൊരു സിംഗിൾ എക്സാമിനേഷനേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇങ്ങനെയുള്ള എക്സാംസ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പല എക്സാംസിനും നമ്മളിപ്പം വേറെ ബാങ്ക് എക്സാംസ് എടുത്തു കഴിഞ്ഞാലും ശരി, ബാക്കിയുള്ള എക്സാംസ് ഒക്കെ എടുക്കുമ്പോൾ ഈവൻ SSCയുടെ തന്നെ പല എക്സാംസ് എടുക്കുമ്പോൾ അവിടെ phase 1 phase 2 ഇങ്ങനെയാണ് എക്സാംസ് നടക്കുന്നത്. പക്ഷേ സിംഗിൾ ഫേസിൽ മാത്രം നടക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒറ്റൊരു സിംഗിൾ എക്സാമിനേഷനാണ്. ആൻഡ് ആ സിംഗിൾ എക്സാമിനേഷൻ്റെ പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കവിടെ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ എന്തില്ല, ഒരുപാട് പേര് വളരെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഏത്? നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്. ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. നമുക്ക് ഈ ഒരു ബാക്കിയുള്ള 3 ഏരിയയിൽ നിന്നേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഈവൻ മാത്സ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ BA ഇംഗ്ലീഷ് പഠിച്ചവർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്റ്ററിയോ കെമിസ്ട്രിയോ അങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ചവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ ചോദിക്കും, അവർക്കൊക്കെ ഇപ്പം മാത്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ഒരു ഫീലിംഗ് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്കൊക്കെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു കുറച്ചുകൂടി ബെറ്റർ എക്സാമാണ് ഇതെന്ന് പറയാം. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ ഞാൻ നേരത്തെ BA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഇംഗ്ലീഷിൻ്റെ ഒരു വെയിറ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് ആണ് കുറച്ചുകൂടി കൂടുതലും. ഓക്കെ, അപ്പോൾ അവർക്ക് അത് പിന്നെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ് ഈ ഒരു എക്സാംസ് എഴുതുമ്പം. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു 3 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റൻസ് വരുന്നത്. നമുക്ക് മൊത്തം 200 ക്വസ്റ്റനാണ് വരുന്നത്. ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് റൈറ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്ക് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് 0.25 ആയിരിക്കും നമുക്ക് നെഗറ്റീവ് വരുന്നത്. അതും അറിഞ്ഞിരിക്കുക, നെഗറ്റീവ് ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 ക്വസ്റ്റിനും, നമ്മുടെ ജനറൽ ഇൻ്റലിജൻസിൽ നിന്ന് അല്ലെങ്കിൽ റീസണിംഗ് ടോപ്പിക്കിൽ നിന്ന് 50 ക്വസ്റ്റിനും, ആൻഡ് 50-50 ആൻഡ് നമ്മുടെ ഇംഗ്ലീഷ് ഏരിയയിൽ നിന്ന് 100 ക്വസ്റ്റൻസ് ആണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ 200 ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 2 മണിക്കൂറാണ് നമുക്ക് അലോട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ അത്യാവശ്യം ടൈമും ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്കറിയാം മാത്സ് എഴുതാനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. പക്ഷേ ഇവിടെ മാത്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. 2 മണിക്കൂർ അത്യാവശ്യം നല്ലൊരു സമയമാണ് നമുക്ക് എക്സാംസ് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ സ്കിൽ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ബിക്കോസ് അവിടെ നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മുടെ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിന് വേണ്ടിയുള്ള ഡിറ്റേഷൻ കാണും. അതിനുശേഷം നമ്മൾ അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പറയുന്ന ടൈമിൽ തന്നെ നമ്മളത് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പീഡ് ഉണ്ടായിരിക്കണം നമുക്ക് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു SSC സ്റ്റെനോഗ്രാഫറിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇതിൻ്റെ സ്കിൽ ടെസ്റ്റിൽ തന്നെ ഉണ്ട് ആക്ച്വലി ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഡിറ്റേഷൻ കാണും. ഇപ്പോൾ ഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന കാര്യം ഷോർട്ട് നോട്ട്സ് നമ്മുടെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതിയെടുക്കേണ്ടി വരും. അതിനുശേഷമാണ് നമ്മൾ പിന്നെ അതിനെ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൽ ആദ്യം തന്നെ കാണാൻ പറ്റും ജോബ് റോളിൽ തന്നെ ട്രാൻസ്ക്രൈബിംഗ് സ്പീച്ചസ്, പ്രസ് ബ്രീഫിംഗ്സ് ഓർ കോർട്ട് പ്രൊസീഡിങ്സ്. അപ്പം ഈ പറയുന്ന സ്പീച്ചസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രസിൻ്റെ ബ്രീഫിംഗ്സ് അതുപോലെ കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനെയും ഓഫീസേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക. ലൈക്ക് അവർ ഈ നേരത്തെ പറഞ്ഞ പോലെ ടേക്കിംഗ് ഡിക്റ്റേഷൻസ് അതുപോലെ ടൈപ്പിംഗ് ദം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം ആ സ്കിൽ ടെസ്റ്റിൽ തന്നെ ഉണ്ട് അതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് എടുത്ത് പറഞ്ഞതിൻ്റെ റീസൺ അതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഹാൻഡ്ലിംഗ് കോൺഫിഡൻഷ്യൽ ഫയൽസ് ആൻഡ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു SSC സ്റ്റെനോഗ്രാഫറിൻ്റെ. ഇത് കൂടാതെ നമ്മൾ കുറച്ച് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് പോസ്റ്റിംഗ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗ്രൂപ്പ് C ഉണ്ട്, നമ്മുടെ ഗ്രേഡ് C ഉണ്ട്, ഗ്രേഡ് D ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഗ്രേഡ് C ആൻഡ് ഗ്രേഡ് D എന്ന് പറയുമ്പോൾ അവിടെ പോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും അതുപോലെ സബോർഡിനേറ്റ് ഓഫീസിലേക്കായിരിക്കും ഈ പോസ്റ്റിംഗ്സ് ഒക്കെ തന്നെ വരാൻ പോകുന്നത്. അതിൻ്റെ മിക്കവാറും പോസ്റ്റിംഗ്സ് ഒക്കെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിലോ ഡൽഹിയിലോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ മേജർ പോസ്റ്റിംഗ്സ് ഒക്കെ തന്നെ മോസ്റ്റ് ഓഫ് ദി പോസ്റ്റിംഗ്സ് ഒക്കെ തന്നെ വരാൻ പോകുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഗ്രൂപ്പ്സ് നമ്മുടെ ഗ്രേഡ് സി ആണെങ്കിൽ ഗ്രേഡ് സി ആണെങ്കിൽ അവരെന്തായിരിക്കും ഹയർ പോസ്റ്റ് ആയിരിക്കും. അവരെ ഈ പറയുന്ന പോസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ മിനിസ്ട്രീസിലും അതുപോലെ തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലും പാർലമെന്റിലും അങ്ങനെയൊക്കെയുള്ള ടോപ്പ് ഒഫീഷ്യൽസിന്റെ കൂടെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫീസിലേക്കായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഇതേ സ്ഥലത്ത് നമ്മുടെ ഗ്രേഡ് ഡി ആണെങ്കിൽ നിങ്ങൾക്കറിയാം അത് കുറച്ചുകൂടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ആ ഒരു ഗ്രേഡ് ഡിനെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അക്രോസ് ഇന്ത്യ ഓഫീസുകളിലേക്കായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡ് സി ആണെങ്കിൽ കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞ മിനിസ്ട്രീസിലേക്ക്, ഹയർ അതോറിറ്റി ഓഫീസേഴ്സിന്റെ പോസ്റ്റിലേക്ക്, പാർലമെന്റിലേക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇതിലേക്കൊക്കെ ആയിരിക്കും ആ പോസ്റ്റിംഗ്സ് വരുന്നത്. ഗ്രേഡ് ഡി ആണെങ്കിൽ അതിന്റെ സബോർഡിനേറ്റ് എന്നൊരു ആംഗിളിലായിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ ഡ്യൂട്ടീസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ നോട്ട്സ് ഷോർട്ട് ഹാൻഡിൽ കോപ്പി ചെയ്യുക, അതിനെ പിന്നെ ടൈപ്പ് ചെയ്ത് നോട്ട്സ് ആയിട്ട് കീപ്പ് ചെയ്യുക, അത് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലർക്കൽ ടാസ്കുകളും കാണും, ലൈക്ക് ഹാൻഡ്ലിംഗ് ഫോൺ കോൾസ്, ഷെഡ്യൂളിംഗ്, അങ്ങനെയുള്ള എക്സ്ട്രാ വർക്ക് നമുക്ക് അവിടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സ്കിൽ എന്താ വേണ്ടിയത്? അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ സ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു സ്കിൽ ടെസ്റ്റ് അങ്ങനെ നടത്തുന്നത്, അത്രയും ടഫായിട്ട് അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി. എന്നിട്ട് എന്ത് വേണം? ഗുഡ് ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. എനിക്ക് നല്ല ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു ജോബിൽ എക്സൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ജോബിൽ നല്ലപോലെ ലൈക്ക് നമുക്ക് അത്ര നല്ല സ്കില്ലുണ്ടോ അത്രയും നമുക്ക് ഈ പറഞ്ഞ ഗ്രേഡ് സി കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കണം. അതിൽ ഓഫീസ് ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 9 to 5 അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് അവേഴ്സ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് ഓഫീസ് അവേഴ്സിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രൊമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ ആ കാലണ്ടർ കണ്ട സമയത്ത് SSCയുടെ കാലണ്ടർ കണ്ട സമയത്ത് നിങ്ങൾ കണ്ടു കാണും അവിടെ 4-5 എന്ന് പറഞ്ഞായിരുന്നു തുടങ്ങിയിരുന്നത്. ഞാൻ SSCയുടെ ഈ വർഷത്തെ ആദ്യത്തെ എക്സാം സെലക്ഷൻ പോസ്റ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും അത് 4ാമത്തെ നമ്പറിലാണ് കൊടുത്തിരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ള 1, 2, 3 എല്ലാം തന്നെ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ആണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും അത് ആദ്യത്തെ എക്സാം ആണെങ്കിൽ പിന്നെ 4 എന്തിനാണ് നമ്പർ കൊടുത്തേക്കുന്നത്. ആ 4 നമ്പർ കൊടുക്കാൻ കാരണം 1, 2, 3 ഒക്കെ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ആണ്. നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് നമ്മുടെ SSCയുടെ കാലണ്ടറിൻ്റെ അകത്ത് തന്നെ വരാറുണ്ട്. അപ്പോൾ അതായിരുന്നു അവിടെ 1, 2, 3 എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് വഴി റെഗുലർ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് വഴി നമുക്ക് പ്രൊമോഷൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പ്രൊമോഷൻസ് കിട്ടും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസും ഹയർ നമുക്ക് എന്താ പറയുക ഈ ഒരു ഇതിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ എന്താ പറയുക കുറച്ചുകൂടി ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും വിത്ത് ടൈം നമ്മുടെ പ്രൊമോഷൻസ് അനുസരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു SSC സ്റ്റെനോഗ്രാഫറിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു SSC സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം എന്താണ് എന്നൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് പേരാണ് ഈ ഒരു എക്സാംസിനെ കുറിച്ചൊക്കെ നോക്കുന്നത്. നിങ്ങൾക്കറിയാം യൂഷ്വലി നമ്മൾ SSC എക്സാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മൈൻഡിൽ വരുന്നൊരു 3 എക്സാംസാണ്, CGL, CSL, MTS. ഇതല്ലാതെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിലൊരു വളരെ കുറവ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതേപോലെ എക്സാമാണ് SSCയുടെ സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാമിൽ പിന്നെയും കുറച്ചുകൂടി ആൾക്കാർ നോക്കുന്ന കുറവ്. എന്തുകൊണ്ടാണ്? അവിടെ ആ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കണം, ആ സ്കിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ സ്കില്ല് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിക്കാൻ പറ്റാത്ത ഒരു സ്കില്ലാണ്. കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സ്കില്ല് കൂടിയാണ് അതെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ച് സമയം എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്താ പറയുക, നിങ്ങൾ ഈ ഒരു SSC എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് പേരൊക്കെ കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ടായി ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ഫീൽഡിലേക്ക് വന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന ഒരുപാട് എക്സാംസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ബാങ്ക്, SSC, റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ഓരോന്നിൻ്റെ അകത്തും പല എക്സാംസ് പിന്നെയും വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസും ഡിഫറെൻറ്റ് എക്സാം പാറ്റേൺസും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഗവൺമെൻറ് എക്സാംസ് ആണ് ഫോക്കസ് ചെയ്യാൻ പ്ലാനെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കരിയർ, ഒരു നല്ല ഫ്യൂച്ചർ, ഒരു ലോങ് ടേം ഒരു നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു SSC എക്സാംസിനൊക്കെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വരാതിരിക്കുന്ന എക്സാംസ് നിങ്ങൾക്കറിയാം ഇനി അങ്ങോട്ട് ഫുൾ എക്സാംസ് ആണ്, ബാക്ക് ടു ബാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് എല്ലാ മാസവും എക്സാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ സമയമൊക്കെ എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം ഈ വരുന്ന എക്സാംസിന് വേണ്ടി. ഇപ്പം നമുക്ക് ഈ പറയുന്ന ഒരു സെപ്റ്റംബർ, ഒക്ടോബറിലൊക്കെ വരാനിരിക്കുന്ന എക്സാംസ് ഉണ്ട്. ആ ഒരു എക്സാംസിനൊക്കെ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 to 5 months അവിടെ കിട്ടുന്നുണ്ട്.
അതല്ല ഫ്യൂച്ചറിൽ വരായിരിക്കുന്നത് കുറച്ചുകൂടി നിങ്ങൾ ഒരു ലോങ് ടേം സമയമൊക്കെ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടിയൊക്കെ സമയം കൊടുത്ത് ഞാൻ ഈ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ച് റിസ്ക് എടുക്കുന്നതിന് പകരം ഞാൻ ഓൾമോസ്റ്റ് ഒരേ പാറ്റേണിൽ നടക്കുന്ന എക്സാംസ് എല്ലാം കൂടി ഒരേപോലെ ഫോക്കസ് ചെയ്ത് ഒരുമിച്ച് ലോങ് ടേം ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ബാച്ചസിൻ്റെ കൂടെയൊക്കെ ചേർന്ന് എസ്പെഷ്യലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ കൂടെയൊക്കെ ചേർന്ന് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് അണ്ടറിൽ വരുന്ന ഇപ്പോൾ ബാങ്ക് ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ അതേ പാറ്റേണിൽ നടക്കുന്ന വേറെയും ഒരുപാട് എക്സാംസ് ഉണ്ട് പലരും ശ്രദ്ധിക്കാത്ത ISRO DRDO എയർപോർട്ട് ഇങ്ങനെയൊക്കെയുള്ള വേറെയും ഒരുപാട് ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ സിലബസിൽ വലിയ വ്യത്യാസമില്ല എക്സാം പാറ്റേൺസിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്തൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു എക്സാംസ് എല്ലാം കൂടി ഒരുമിച്ച് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 4 ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി അവിടെ വരുന്നത് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കവറേജ് വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ വീക്കർ ഏരിയ ഫോക്കസ് വരുന്നുണ്ട് അപ്പോൾ ആദ്യമേ ആ ഒരു സിലബസ് ആയിരിക്കും ഫുള്ളി കവർ ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് ഏതൊക്കെ അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറേ ഏരിയാസ് കാണും നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമൺ അല്ലാത്ത ഏരിയാസ് കാണും അത് പിന്നെ ഫോക്കസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സിലബസ് ആദ്യമേ ഫുള്ള് കവർ ചെയ്യും അപ്പോൾ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും എന്തൊക്കെ എക്സാംസിന് ഏതൊക്കെ സിലബസ് ആണ് കോമൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഏത് ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും കൂടുതൽ എക്സാംസ് ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും ഇത് കൂടാതെ പിന്നെ ഓരോന്നിനും എക്സാംസിനും വരുന്ന ചില സ്പെഷ്യൽ ടോപ്പിക്സോ എക്സ്ട്രാ ടോപ്പിക്സോ കാണും ഇപ്പോൾ ചില SSCക്ക് മാത്രം ചോദിക്കുന്ന 1-2 ടോപ്പിക്സ് കാണും ബാങ്കിന് മാത്രം ചോദിക്കുന്ന ചില ടോപ്പിക്സ് ആണ് അപ്പോൾ ഈ ഓൾറെഡി ഉള്ള ടോപ്പിക്സിൻ്റെ കൂടെ ആയിരിക്കും പിന്നെ എക്സ്ട്രാ ഈ 1-2 ടോപ്പിക്സ് കൂടി എക്സ്ട്രാ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരിക്കും പിന്നെ കവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സിലബസ് മൊത്തം കവർ ആയതിനു ശേഷം പിന്നെ നമുക്ക് അതിൽ കുറേ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഇപ്പോൾ എനിക്ക് മാത്സ് വീക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീക്കാണ് ഇങ്ങനെയുള്ള വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു വീക്കർ ഏരിയ ഫോക്കസ് ആയിരിക്കും ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ നടക്കുന്നത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒക്കെ തന്നെ ഓൾറെഡി നമ്മൾ സിലബസ് പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു ഹയർ ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും പിന്നെ മൂന്നാമത്തെ ലെവലിൽ നടക്കുന്നത് ആൻഡ് വൺസ് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നവർ ഇപ്പം നമുക്ക് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കുറേ എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ അടുത്ത് അവർക്ക് Tier 2 പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൻ്റെ പ്രിപ്പറേഷൻ ബാങ്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഓഫീസിലാണെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിൽ എന്താണോ വരുന്നത് അല്ലെങ്കിൽ ഒരു Tier 2 സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാമിൽ എന്തൊക്കെയാണോ വരുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ലാസ്റ്റ് സ്റ്റേജിലായിട്ട് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു 4 ലെവലിലായിരിക്കും ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് നിങ്ങൾ സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇത് കൂടാതെ തന്നെ എക്സ്പെർട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റഡി പ്ലാൻസ് അവിടെ കിട്ടുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി കിട്ടുന്നുണ്ട് ഇത് കൂടാതെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും പിന്നെ ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഡൗട്ട്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പിന്നെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ക്വിസും അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് ഒക്കെ തന്നെ കാണും പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു AI സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ ഒരു ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു AI co-pilotൻ്റെ സപ്പോർട്ട് കൂടി കിട്ടും നിങ്ങളുടെ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ ഒരു സമയം എടുത്ത് നിങ്ങൾക്ക് വരാതിരിക്കുന്ന ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടി നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സാംസ് ഒക്കെ തന്നെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം കൂടിയാണ് ഇപ്പം ബിക്കോസ് നമ്മുടെ ഈ ജൂണിൽ നമ്മുടെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റ് നടക്കുന്നുണ്ട് ഈ ഒരു എഡ്യൂഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്ത് ഓഫേഴ്സിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ഇപ്പോൾ ഒരു വാലിഡിറ്റിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും 6 മാസം 1 വർഷം അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുമ്പോൾ ലൈക്ക് ഈ ഒരു മാസമാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് ഈ ഒരു മാസം മാത്രമേ ഈ ഒരു ഓഫേഴ്സ് ഉണ്ടായിരിക്കത്തുള്ളൂ ഈ ഒരു മാസം നിങ്ങൾക്ക് ഈ കോഴ്സസിലേക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ഓക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു വാലിഡിറ്റിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും ഇപ്പോൾ അവിടെ ഒരു വാലിഡിറ്റി തീർന്നു പോകുമോ 1 വർഷം കഴിയുമ്പോൾ വാലിഡിറ്റി തീർന്നു പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനൊക്കെ ഏറ്റവും നല്ല സമയം കൂടിയാണിത് നിങ്ങൾക്ക് ഓഫർ പ്രൈസസിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്റ്റെൻഡഡ് വാലിഡിറ്റിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും കിട്ടുന്നൊരു ചാൻസ് കൂടിയാണ് അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് ബാച്ചസിലേക്ക് മാത്രമല്ല ഇത് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്രാഷ് ബാച്ചസ് കാണും അപ്പോൾ ഉടനെ വരുന്ന എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ഓൾറെഡി കോളേജിലേക്ക് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ നൈറ്റ് ബാച്ചസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം അതിപ്പോൾ SSC ബാങ്ക് റെയിൽവേ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ചസ് ഒരുമിച്ചുള്ള ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരുപാട്
ഒരുപാട് രീതിയിലുള്ള ബാച്ചസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഏത് ബാച്ചിലാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളത്, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവലിൽ നിങ്ങൾ പഠിച്ച ഡിഗ്രി അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇപ്പം പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് പേര് ജസ്റ്റ് കോളേജിൽ നിന്ന് കഴിഞ്ഞ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വരാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവർ കാണും, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർ കാണും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വരുന്ന ജൂൺ 13 8 മണിക്ക് നമ്മളൊരു കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വരാനിരിക്കുന്ന എക്സാംസ്, നിങ്ങൾക്കിപ്പോൾ ഒരു ഡിഗ്രിയോ ഡിപ്ലോമ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഉള്ളവരായാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ്, എന്തൊക്കെ എക്സാംസ് ആണ് ഇനി വരാൻ പോകുന്നത്, ഏകദേശം എപ്പോഴത്തേന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു വെബിനാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, ആ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ആ ഒരു വെബിനാർ നിങ്ങൾക്ക് ജൂൺ 13 8 മണിക്കാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു ഡേറ്റും ടൈമും മറന്നുപോലെ നിങ്ങൾ ഉറപ്പായിട്ട് ആ സെഷൻ ജോയിൻ ചെയ്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ടൈം മറക്കണ്ട ആൻഡ് ഡേറ്റ് മറക്കണ്ട, ജൂൺ 13 8 മണിക്ക്. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SSC സ്റ്റെനോഗ്രാഫർ മാത്രമല്ല SSCD ഇനിയും ഒരുപാട് എക്സാംസ് അങ്ങോട്ട് വരാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക. നമുക്ക് ഏറ്റവും നല്ലൊരു കരിയർ, ഏറ്റവും നല്ലൊരു ജോബാണ് വേണ്ടത്, നമ്മുടെ ഒരു ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടി. സോ അതിന് നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം തന്നെ എടുക്കുക, ലേറ്റ് ആവാതെ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്